പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേണു അനാമികയോടും രേവതിയോടായിട്ട് പറയുന്നുണ്ടായിരുന്നു, ദേവയാനിയുടെ അവസ്ഥ ആകെ കുഴഞ്ഞു മറിയാണല്ലോ, ഇപ്പോൾ ലിവർ മാറ്റി വെക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മോളോട് അവർ സഹായം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയും. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെങ്ങാനും പോലീസ് കേസ് ആവുമെന്ന്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വേണു പറയുന്നത്. ദേവയാനിയുടെയും അനാമികയുടെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് മോളോട് അവർ സഹായം ചോദിക്കുന്നു പറയുമ്പോൾ അനാമിക ഇങ്ങനെ എടുത്തടിച്ച പോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാനൊന്നും അവർക്ക് ലിവറൊന്നും കൊടുക്കില്ല, ഞാൻ ബ്ലഡേ കൊടുത്തില്ല, ഇനിയിപ്പോൾ എൻ്റെ ശരീരം കയറി മുറിക്കാനും വൃത്തികേടാക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്കും പോകുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോവാതിരിക്കുന്നത് ബുദ്ധിയല്ല എന്ന് രേവതി അനാമികയോട് പറയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അനി എന്തായാലും എന്നോട് ഇങ്ങനെ അവർക്ക് ലിവർ കൊടുക്കാൻ പറയും, അവൻ അങ്ങനെ പറയുള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ അനാമികയ്ക്കാണെങ്കിലും ആകെ ഒരു പേടിയുണ്ട്. പിന്നീട് വേണു പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ മറ്റാരെങ്കിലും ലിവർ കൊടുക്കാം, ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാം, ഇങ്ങനെ മുന്നോട്ട് വന്നാലേ നമുക്കിങ്ങനെ ആ സമയത്ത് ഇങ്ങനെ കയറി പറയാം മോള് കൊടുക്കാൻ തയ്യാറായിരുന്നു എന്ന്, അല്ലാതെ ഇപ്പോൾ അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ ഒരാളുടെ ഗർഭം കലക്കാൻ വേണ്ടി ചെയ്തതാണ്, ഇതിപ്പോൾ നമുക്ക് തന്നെ കോടാലി ആയല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമികയോട് ഇങ്ങനെ ലിവർ കൊടുക്കാൻ പറയുമെന്ന് പറയുമ്പോൾ അവർക്കൊരു മരുമകളുണ്ടല്ലോ, ഇങ്ങനെ അവളോട് കൊടുക്കാൻ പറയേ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ അവരുടേതും അവളുടേതും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നും അല്ലല്ലോ എന്നാണ് കേട്ടോ വേണു പറയുന്നത്. അവർക്കറിയില്ലല്ലോ നയനയാണ് ബ്ലഡ് കൊടുത്തതെന്നുള്ള കാര്യമൊന്നും. അപ്പോൾ എന്തായാലും അനാമിക കൊടുക്കാൻ തയ്യാറല്ല എന്ന് തന്നെ മുഖത്ത് നോക്കി പറയുന്നുണ്ടായിരുന്നു വേണുവിൻ്റെയും രേവതിയുടെയും. പിന്നീട് ഡോക്ടർ നയനയുടെ ടെസ്റ്റുകളെല്ലാം അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നയനയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഡോക്ടർമാരൊക്കെ ആയിട്ട് സംസാരിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ലിവർ മാറ്റി വയ്ക്കുന്നതിന് മുന്നേ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം എനിക്കറിയാം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മറ്റാരും നിർബന്ധിച്ചിട്ടല്ലല്ലോ മുന്നോട്ട് വന്നത്, എൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ലേ, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറയാൻ നല്ല ബോധ്യമുണ്ട് എന്ന് പറയട്ടോ. എന്നാലും നമുക്ക് ഇങ്ങനെ ലിവർ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ അറിയേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ സ്വയം മുന്നോട്ട് വന്ന സ്ഥിതിക്ക് ഇങ്ങനെ മറ്റാരെങ്കിലുമൊക്കെ ഇത് മുടക്കാനായിട്ടും കാണുമല്ലോ എന്ന് പറയുമ്പോൾ അതിന് ഞാനിങ്ങനെ ലിവർ കൊടുക്കുന്ന കാര്യം ഇങ്ങനെ അധികം ആരും അറിഞ്ഞിട്ടില്ല, എൻ്റെ വീട്ടുകാരെ പോലും അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, ഇതങ്ങനെ മൂടി വെക്കേണ്ട കാര്യമില്ലല്ലോ, അവരെയൊക്കെ അറിയിക്കേണ്ടതെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അച്ഛന് 2 അറ്റാക്ക് കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് പറയാത്തതെന്ന് പറയും കേട്ടോ. പിന്നീട് ഇങ്ങനെ ലിവർ മാറ്റി വെച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ദേവയാനിയുടെ കാര്യം അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ അമ്മയ്ക്ക് എനിക്ക് എന്ത് സംഭവിച്ചാലും അമ്മയ്ക്കൊന്നും പറ്റരുത് എന്നൊക്കെയാണ് കേട്ടോ നയന പറയുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല, അത് ഞങ്ങൾ ഡോക്ടർമാരുടെ ആഗ്രഹം അതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും കുട്ടി പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നയനേനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഡോക്ടറോട് ഇങ്ങനെ സീനിയർ ഡോക്ടർ സംസാരിക്കുകയാണ് കേട്ടോ, ആ കുട്ടിക്ക് ഭയങ്കര ധൈര്യമാണല്ലോ, അത് നമുക്കൊരു ഹെൽപ്പായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ആദർശും ജയനും കൂടിയാണ് സംസാരിക്കുന്നത്. ആദർശാണെങ്കിലും ഭയങ്കര സങ്കടത്തിലാണ്, ദേവയാനി ഇങ്ങനെ നയനേനെ മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ നയന ചെയ്യുന്നതും എല്ലാം നല്ല ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ അമ്മയാണ് ഇപ്പം ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത്, എനിക്കിങ്ങനെ എൻ്റെ ഭാര്യേനെയും അമ്മേനെയും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഭയങ്കര സങ്കടത്തിൽ. അപ്പോഴാണെങ്കിലും ജയൻ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ മാനസികാവസ്ഥ എനിക്കിപ്പോൾ മനസ്സിലാവും, ശരിക്കും പറഞ്ഞാൽ അനന്തപുരിയിൽ ജനിക്കേണ്ടതായിരുന്നു നയനമോള്, ഇനിയിപ്പോൾ അങ്ങനെ ജനിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പുരോഹിതൻ പറഞ്ഞ പോലെ നിനക്ക് കിട്ടിയ പുണ്യാണ് നിൻ്റെ ഭാര്യ, അവളെ തള്ളിക്കളയരുത് എന്നൊക്കെ പറയാണ് കേട്ടോ. ഇങ്ങനെ തെറ്റിൻ്റെ കൂടെ നിൽക്കരുത്, നമ്മൾ ശരി ആരാണോ ചെയ്യുന്നത് അവരുടെ കൂടെ നിൽക്കണം, അതുകൊണ്ട് നയനമോളെ ഒരിക്കലും തള്ളിക്കളയരുത് എന്നൊക്കെ പറയാണ്. പിന്നീട് ആദർശാണെങ്കിലും ഇങ്ങനെ ഇപ്പോൾ ഓഫീസിലൊന്നും പോകുന്നില്ലല്ലോ, ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ഈ അവസ്ഥ ഇങ്ങനെ നിൻ്റെ വർക്കിനെ പോലും ബാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കമ്പനിയിൽ പോയിട്ടില്ലെങ്കിലും അവിടെ നമ്മൾ നല്ല ജോലിക്കാരെയല്ലേ വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് കമ്പനി നന്നായിട്ട് മുന്നോട്ട് പോകും, പക്ഷേ ഇങ്ങനെ അങ്ങനെ കോടികൾ ലാഭം ഉണ്ടായിട്ടും ഒന്നും കാര്യമില്ലല്ലോ, ഇങ്ങനെ മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ശരിയാവും എന്നൊക്കെ ഇങ്ങനെ ജയൻ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നയന വന്നിട്ട് ഇങ്ങനെ എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, ലിവർ ഇങ്ങനെ കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയുമ്പോൾ നീ അങ്ങനെ മാത്രമേ പറയുള്ളൂ എന്ന് ആദർശ് പറയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഡോക്ടറോടൊന്ന് സംസാരിക്കണമെന്ന് ആദർശ് ജയനോട് പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്ത് ഇവിടെ വന്ന് പറഞ്ഞാലും ആദർശേട്ടനും അച്ഛനും ഡോക്ടറോട് സംസാരിക്കും എന്ന് എനിക്കറിയാലോ, പിന്നെ ഞാൻ ഇവിടെ വന്ന് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജയനാണെങ്കിലും ഇങ്ങനെ നയനയുടെ വീട്ടുകാരെ അറിയിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിപ്പോഴെന്തായാലും വേണ്ട എന്ന് പറയുകയാണ്. നയനയാണെങ്കിലും ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി എന്നൊക്കെയാണ് കേട്ടോ നയനയുടെ തീരുമാനം. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, ഇനി ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയില്ലേ, മോളെ ഒട്ടും സ്നേഹിക്കാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ മോളിങ്ങനെ അത് ലിവർ കൊടുക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അത്
അമ്മേ നന്ദു ഒന്നും എതിരൊന്നും പറയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് എന്തായാലും ഇനി എനിക്ക് ഇവിടുന്ന് മാറാൻ പറ്റില്ല, അതുകൊണ്ട് ആദർശേട്ടനും അച്ഛനൊക്കെ ഇന്നലെ വന്നതല്ലേ, ഒന്ന് വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ വാന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തായാലും പോയിട്ടൊന്ന് മുത്തശ്ശനോടും ഒക്കെ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. ആദർശിനാണെങ്കിലും ഭയങ്കര സങ്കടമാണ്. അപ്പം നൈനയോട് ഇങ്ങനെ ആദർശ് പോയി കഴിഞ്ഞ ശേഷം ജയൻ പറയുന്നുണ്ടായിരുന്നു, അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നൈന പറയാണ്. പിന്നീട് ആദർശ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഫസ്റ്റ് തന്നെ ദേവയാനിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. ആദർശാണെങ്കിലും ദേവയാനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് മുന്നേ നല്ല സീരിയസ് ആയിരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് കേട്ടോ മുത്തശ്ശനോട് പറയുന്നത്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ മോനെ ഇങ്ങനെ പറയുന്നത്, എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ഹോസ്പിറ്റലാണത്, അവിടേക്ക് വിളിച്ച് ചോദിച്ചാൽ എനിക്ക് കാര്യങ്ങൾ അറിയാവുന്നേ ഉള്ളൂ എന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ മുത്തശ്ശൻ ദേവയാനിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ലിവർ സംബന്ധമായിട്ടുള്ള രോഗമാണ്, അത് മാറ്റി വയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശനാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ട്, ഇങ്ങനെ ലിവർ മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞൂലേ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ കരയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ നിന്നേക്കാളും അതുപോലെ തന്നെ നിൻ്റെ മുത്തശ്ശീനേക്കാളും ഒക്കെ മനസ്സിന് ബലമുണ്ട് എനിക്ക്, അതുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് ഒന്നും മറയ്ക്കേണ്ട കാര്യമില്ല, എന്തുണ്ടെങ്കിലും തുറന്ന് പറയണം എന്ന് പറയാണ്. അപ്പോൾ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിനെക്കുറിച്ചുള്ള ലിവർ മാറ്റി വയ്ക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. പിന്നീട് ബ്ലഡ് കൊടുത്തതാണെങ്കിലും ഒക്കെ നൈനമോളാണല്ലോ, ഇനിയിപ്പോൾ ആ കുട്ടി ഹൃദയം വേണമെങ്കിലും ദേവയാനിക്ക് കൊടുക്കും, പക്ഷേ ഇങ്ങനെ ദേവയാനി അത് മനസ്സിലാക്കുന്നില്ലല്ലോ, ഇനി എന്നാടാ അവൾ ഇങ്ങനെ നൈനമോളെ ഒന്ന് മനസ്സിലാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി സങ്കടത്തോടുകൂടി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മോൻ അമ്മേനെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കണമെന്ന് മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനോട് ഒരുപാട് തവണ ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ അമ്മ അത് ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ആദർശം മുത്തശ്ശനോട് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ലിവർ ഡൊണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. ഇങ്ങനെ ജീവൻ കൊടുക്കാനും തയ്യാറായി വന്നവർ ചിലപ്പോൾ പാരിതോഷികമൊന്നും വാങ്ങില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരാൾ തന്നെയാണ് മുന്നോട്ട് വന്നതെന്ന് പറയും, എന്നാലും നമ്മൾ അവർക്ക് വേണ്ട സഹായം എല്ലാം ചെയ്തു കൊടുക്കണം. ഇങ്ങനെ ബ്ലഡ് കൊടുത്തത് നൈനമോളാണല്ലോ, എന്നിട്ടും ദേവയാനിയോട് അതൊന്നും തുറന്നു പറയാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കണം, മുത്തശ്ശനൊന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ തിരിച്ചും അത് പറയുന്നുണ്ടായിരുന്നു, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്, മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കല്ലേ, അതുകൊണ്ട് ഇങ്ങനെ നല്ല ശക്തിയോടുകൂടി പ്രാർത്ഥിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ സ്വാമിയുടെ ഇത് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു പരീക്ഷണം, എല്ലാം ശരിയാവും എന്ന് പറയാണ്. അപ്പോൾ എന്തായാലും ആദർശ് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്, അതെടുത്ത് പോവാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് കേട്ടോ. പിന്നെ ആദർശവും ഡോക്ടറും കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ലിവർ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പേപ്പേഴ്സിലും ആദർശ് ഇങ്ങനെ നൈനയുടെ നിർബന്ധപ്രകാരം സൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നൈനയുടെ വീട്ടുകാരെ പോലും അറിയിക്കാതെയാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കേണ്ടതല്ല, മൂടി വെച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല ഇത്, ഇങ്ങനെ അറിയേണ്ടവർ പോലും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ദേവയാനിക്കാണെങ്കിലും ബ്ലഡ് കൊടുത്തത് നൈനയാണെന്നുള്ള കാര്യം അതും അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ മൂർത്തി സാറിനോട് ഇങ്ങനെ ഈ കാര്യം ഇങ്ങനെ നൈനയാണ് ഇങ്ങനെ ലിവർ കൊടുക്കുന്നതെന്നുള്ള കാര്യം പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മൂർത്തി സാറിനോടും സാറെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് കേട്ടോ. പിന്നെ ആദർശിനോടാണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ലൈഫ് വല്ലാത്തൊരു ഇതാണല്ലോ, വല്ലാത്തൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നതെന്നൊക്കെ പറയൂ കേട്ടോ. അപ്പം നൈനയാണെങ്കിൽ എല്ലാത്തിനും ഇങ്ങനെ സഹായിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥയുള്ള കുട്ടിയാണല്ലോ, എന്നിട്ടും ഇങ്ങനെ അവളെ ഇങ്ങനെ ദേവയാനി മനസ്സിലാക്കാത്തതിനെ കുറിച്ചും ഒക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൂടി വെച്ച് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ മറ്റുള്ളവരെ മനസ്സിലാക്കാത്തതൊക്കെയാണ് വീടിനകത്ത് ഇങ്ങനെ കുടുംബങ്ങൾ തകരാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. നൈനയ്ക്കാണെങ്കിലും അതൊക്കെ ഒത്തിങ്ങനെ കുടുംബത്തിനെ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അതിനെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ കുട്ടിയുടെ അച്ഛനെ ഈ കാര്യം അറിയിച്ചിട്ടില്ലെങ്കിലും അമ്മേനെയും അനിയത്തിനെയും എന്തായാലും ഇത് അറിയിക്കണമെന്ന് ഡോക്ടർ ഒരു നിർബന്ധപ്രകാരം അങ്ങ് പറയുന്നുണ്ടായിരുന്നു ആദർശിനോട്. അപ്പോൾ ആദർശാണെങ്കിലും അവരെ അറിയിക്കാമെന്ന് ഡോക്ടറോട് തിരിച്ച് പറയുകയും ചെയ്യാണ്. പിന്നീട് ഇങ്ങനെ നന്ദും കനകയും കൂടെ ഇങ്ങനെ എന്തോ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ആദർശ് വിളിക്കുന്നത്. എന്താ ആദർശ് മോനെ എന്ന് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ കനക തിരിച്ച് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും കൂടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ വരണം എന്ന് പറയുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ കുറച്ച് സീരിയസ് ആണ്,
ഒന്ന് പെട്ടെന്ന് വരണം, അച്ഛനെയും കൂട്ടിയിട്ട് വരണം എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ കോള് കട്ട് ചെയ്യുന്ന സമയത്ത് നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ആദർശ് മോൻ്റെ അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു മോനെ എന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ നയന മോളെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നയനേനെ വിളിക്കുകയാണ്. അപ്പോൾ നയനേനെ വിളിക്കുമ്പോൾ നയന കോൾ എടുക്കുന്നില്ല. അപ്പോൾ ആ കാര്യം നന്ദുവിനോട് പറയുമ്പോൾ ഞാനും ചേച്ചീനെ രാവിലെ വിളിച്ചിരുന്നു, പക്ഷേ ചേച്ചി കോൾ എടുത്തില്ല എന്ന് പറയും കേട്ടോ. എന്തോ പ്രശ്നമുണ്ട്, അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ആദർശമായിട്ട് ഇങ്ങനെ വിളിക്കില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ആദർശ് മോൻ്റെ ഇങ്ങനെ ശബ്ദത്തിലൊക്കെ നല്ല ഇടർച്ചയുണ്ടായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇങ്ങനെ അവരോടൊക്കെ വന്ന് കാണാൻ പറയില്ലേ, അതുപോലെയാണ് ആദർശ് മോൻ പറഞ്ഞത്. എന്തോ കുഴപ്പമുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയിട്ട് അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പിന്നെ അവരവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നീട് ഗോവിന്ദനും കനകയും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. എത്തുന്ന സമയത്ത് ആദർശാണെങ്കിലും ഇങ്ങനെ ഭയങ്കര എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഇങ്ങനെ നയന പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഓർക്കുന്നത് കേട്ടോ. അപ്പോൾ നയനയുടെ എങ്ങനെ കരൾ മാറ്റി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ഈ കാര്യം ഒരു കാരണവശാലും അറിയരുത്, അമ്മ അറിഞ്ഞാലെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആദർശ് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നത്. അപ്പോൾ എന്താ ആലോചിക്കുന്ന മോൻ എന്നിങ്ങനെ ഗോവിന്ദൻ ചോദിക്കുന്ന സമയത്ത്, അല്ല അമ്മയ്ക്ക് ഇങ്ങനെ ലിവർ മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് സീരിയസ് ആണെന്ന് പറയുമ്പോൾ അവർക്കും കനകയ്ക്കും ഗോവിന്ദനൊക്കെ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോൾ നയനമോൾ ഇവിടെ ഇല്ലേന്ന് അതിൻ്റെ ഇടയിൽ കൂടെ കനക ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നിട്ടും അങ്ങനെ ആദർശ് അത് പറയുന്നില്ല. ഇങ്ങനെ പറയുന്നത് അവളിവിടെ ഉണ്ടായിരുന്നോ, ഇനിയിപ്പോൾ എങ്ങാനും പുറത്തേക്ക് പോയോ എന്നറിയില്ല, ഞങ്ങൾ ഈ കാര്യം അറിഞ്ഞത് രാവിലെയാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ തൊട്ടേ നയനമോളെ വിളിക്കുന്നുണ്ട്, പക്ഷേ അവൾ കോൾ എടുക്കുന്നില്ല പറയും. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനെ എന്നിട്ട് പിന്നീട് ചോദിക്കുന്നുണ്ടായിരുന്നു, മോൻ ഇന്ന് അമ്മേനെ കയറി കണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ കണ്ടിരുന്നു, അപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ഗോവിന്ദൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണാലോ, നയനയുടെ അച്ഛനും അമ്മയും ആയതുകൊണ്ട് എന്തായാലും ഡോക്ടർ സമ്മതിക്കാതിരിക്കില്ല. നയന അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തുകൊണ്ട് തന്നെ ഡോക്ടർക്ക് അവളോട് പ്രത്യേക ഒരു സ്നേഹം ഉണ്ട് എന്ന് പറയാണ്. പിന്നീട് അതിനുശേഷം ആദർശ് പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇപ്പോഴും നയനയോടുള്ള ആ വെറുപ്പും ദേഷ്യമൊന്നും മാറിയിട്ടില്ല എന്നും കൂടെ പറയാണ്. പിന്നെ എന്തായാലും അവർ ഐസിയുൻ്റെ ഉള്ളിലേക്ക് ദേവയാനിനെ കാണാൻ വേണ്ടിയിട്ട് കയറുകയാണ്. അപ്പോൾ ദേവയാനി അവരെ കാണുമ്പോൾ തന്നെ മുഖം അങ്ങ് തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരിങ്ങനെ വന്ന് ദേവയാനിയുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, നിങ്ങളുടെ മകളെ കാണരുതെന്ന് ഞാനിവിടെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവൾ എന്നെ മുഖം കാണിക്കാൻ ഇവിടെ വരാറില്ല, ഇവിടെ എവിടെയെങ്കിലും പുറത്തൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാവും, അപ്പോൾ അവളേക്കാളും വെറുപ്പാണ് എനിക്ക് നിങ്ങളോട്, കാരണം നിങ്ങളാണല്ലോ അവൾക്ക് ജന്മം നൽകിയത്, അതുകൊണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, എൻ്റെ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും വിചാരിച്ചില്ല, ഒന്ന് കാണണമെന്നേ വിചാരിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഓ എനിക്ക് വലിയ സർജറിയൊക്കെ നടക്കാൻ പോകുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ജീവനോടെ കാണാൻ പറ്റിയില്ലെങ്കിലോ, എൻ്റെ ജീവനുള്ള മുഖം അങ്ങനെ മനസ്സിൽ പതിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിന്നീട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളുടെ മകളാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ കനകയും ഗോവിന്ദനാണെങ്കിലും ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്